ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം ബംഗാൾ ഉൾക്കടൽ ഒരിക്കൽ കൂടി സജീവമാകുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായും തുടർന്ന് തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ചക്രവാതച്ചുഴി നാളെയോടെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ന്യൂനമർദ്ദമായും തിങ്കളാഴ്ചയോടെ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായും മാറിയേക്കും. അതേസമയം കേരളത്തിൽ മഴ അടുത്ത 2-3 ദിവസം നിലവിലെ ദുർബലമായ അവസ്ഥയിൽ തുടരും. ഇതോടൊപ്പം തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ പകൽ താപനില ഉയരും. മഴ ദുർബലമായി തുടരുമെന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് ഇന്നു മുതൽ അടുത്ത ഏതാനും ദിവസം ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പോലും നൽകിയിട്ടില്ല. എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ്. നവംബർ 26-നാണ് ഇനി സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഈ ദിവസം കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.